ഏറ്റവും കുറഞ്ഞ വൈദ്യുതി ചെലവിൽ വെള്ളം ചൂടാക്കുവാനുള്ള ഒരു കിടിലൻ സംവിധാനം കിട്ടിയിട്ടുണ്ട്. തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ മടിയുള്ളവരും വീട്ടിലെ കുട്ടികൾക്കും പ്രായം ചെന്നവർക്കും വേണ്ടിയിട്ട് ഒരു വാട്ടർ ഹീറ്റർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രശസ്ത ഹോം അപ്ലയൻസസ് നിർമ്മാതാക്കളായ ക്രോംപ്ടൺ എന്ന ബ്രാൻഡിൻ്റെ അർണോ നിയോ എന്ന സ്റ്റോറേജ് വാട്ടർ ഹീറ്ററാണ്. ഇത് 10 ലിറ്ററിൻ്റെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെന്നും ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നും ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഇതുകൊണ്ട് എത്രത്തോളം വൈദ്യുതിയൊക്കെ ലാഭിക്കാൻ കഴിയും എന്നുള്ളതുമൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വാട്ടർ ഹീറ്റർ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അത് ഒരു സിലിണ്ടർ ടൈപ്പിലുള്ള വാട്ടർ ഹീറ്റർ ആണുള്ളത്. ഇത് പല ഷേപ്പിലുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും. നമുക്ക് ഉപയോഗത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വാട്ടർ ഹീറ്റർ നമ്മൾ വാങ്ങിയാൽ മതി. ഇതുപോലത്തെ വാട്ടർ ഹീറ്ററുകൾ പല കപ്പാസിറ്റിയിലുള്ളത് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. നമുക്ക് എത്ര വെള്ളം ഇതിൽ സംഭരിക്കണം എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കപ്പാസിറ്റി കുറഞ്ഞതാകുമ്പോൾ കുറച്ച് സൈസ് കുറയും, കപ്പാസിറ്റി കൂടിയതാകുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി സൈസ് കൂടുതലുമായിരിക്കും. ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ള 10 ലിറ്ററിൻ്റെ ഈ വാട്ടർ ഹീറ്റർ ഉപയോഗിച്ചിട്ട് ഒരു 4 ആൾ അല്ലെങ്കിൽ 5 ആളൊക്കെയുള്ള ഫാമിലിക്ക് അത്യാവശ്യത്തിന് വെള്ളം ചൂടാക്കാൻ ഇത് തന്നെ മതിയാവും. ഇനി കൂടുതൽ മെമ്പർമാരുള്ള ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ലിറ്റർ കൂടിയ 15 ലിറ്റർ, 20 ലിറ്റർ, 25 ലിറ്ററിൻ്റെ ഒക്കെ വാങ്ങാൻ കിട്ടും. ഇങ്ങനെ നിങ്ങളുടെ ആവശ്യം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു വാട്ടർ ഹീറ്റർ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ചൂടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിന്റെ കറണ്ട് ഉപയോഗത്തിനെ കുറിച്ചിട്ട് പറയാം. നിങ്ങൾക്കിവിടെ കാണാം, ഇതിലുള്ള സ്റ്റിക്കറിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. പല കമ്പനികളുടെയും 2 സ്റ്റാർ അല്ലെങ്കിൽ 3 സ്റ്റാർ ഒക്കെയാണ് ഉണ്ടാവുക. അത്തരത്തിലുള്ള വാട്ടർ ഹീറ്ററുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കറണ്ട് ബില്ല് ആവും. ഇത് 2000 വാട്ട് കറണ്ട് ഉപയോഗിക്കുന്ന ഒരു വാട്ടർ ഹീറ്റർ ആണെങ്കിൽ കൂടി നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ 10 ലിറ്ററിന്റെ കപ്പാസിറ്റി ഉള്ള ഈ വാട്ടർ ഹീറ്ററിനകത്ത് അത് ഫുള്ളായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്കൊരു അരമണിക്കൂർ ഫുള്ളായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ഇതിന് ആകെ 1 യൂണിറ്റ് മാത്രം കറണ്ട് ഉപയോഗിക്കുക. അതായത് 4-5 ആളുകളൊക്കെയുള്ള ഒരു ഫാമിലിക്ക് എല്ലാവർക്കും ചൂടുവെള്ളം ഉണ്ടാക്കണമെങ്കിൽ കൂടി ഏകദേശം 1/2 യൂണിറ്റ് കറണ്ട് മാത്രമാണ് ഒരു ദിവസം നമുക്ക് ചെലവാക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങളൊരു വാട്ടർ ഹീറ്റർ വാങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ലിറ്റർ കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഈ 5 സ്റ്റാർ റേറ്റിംഗും നോക്കിയിട്ട് തന്നെ വാങ്ങുക. അല്ലെങ്കിൽ നമ്മൾ വില കുറവൊക്കെ നോക്കിയിട്ട് വാട്ടർ ഹീറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കുറവാണെങ്കിൽ അത് ഒരുപാട് നേരം വേണ്ടി വരും ഇത് വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കറണ്ട് ബില്ല് ഇനത്തിൽ ഒരുപാട് പൈസ അങ്ങനെ ചിലവാകും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വാട്ടർ ഹീറ്ററുകൾ വാങ്ങുക. ഈ വാട്ടർ ഹീറ്റർ വാൾ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോൾട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ മൾട്ടി ഫംഗ്ഷൻ വാൽവും എല്ലാം ഇതിൻ്റെ കൂടെ നമുക്കൊരു പാക്കിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു ബുക്ക്ലെറ്റിൽ അതിൻ്റെ ഉപയോഗക്രമങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേറൊരു പേപ്പറിൽ ഇതിൻ്റെ വാൾ മൗണ്ട് ചെയ്യേണ്ട അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ അളവും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ വാൾ മൗണ്ട് ചെയ്യാവുന്നതാണ്. 2 ഹോളുകളും മാർക്ക് ചെയ്തിട്ട് ഡ്രില്ല് ചെയ്തിട്ട് നമുക്കതിലേക്ക് ബോൾട്ട് ഇട്ടിട്ട് ഇതുപോലെ മുറുക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഡ്രില്ലിംഗ് ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഏതൊരു സാധാരണക്കാർക്കും ഇത് സ്വന്തമായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കത് അറിയില്ല എങ്കിൽ അടുത്തുള്ള ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചാൽ മതി. ഇതിൻ്റെ ബോൾട്ടുകളെല്ലാം നന്നായിട്ട് തന്നെ മുറുക്കി കൊടുക്കണം. ഇതിൽ ഇത്രയും വെള്ളം നിൽക്കുന്നതായതുകൊണ്ട് അത്യാവശ്യം ഭാരം വരുന്നതാണ്. അതുകൊണ്ട് അഴിഞ്ഞു പോരാത്ത രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളത്തിന്റെ കണക്ഷനുകൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അതായത് തണുത്ത ടാങ്കിൽ നിന്ന് വരുന്ന സാധാരണ വെള്ളം അത് ഇതിൻ്റെ ഇൻലെറ്റ് എന്ന് എഴുതിയിരിക്കുന്ന അതിലുള്ള ആ ഒരു നീല ടോപ്പ് അഴിച്ചു മാറ്റിയതിന് ശേഷം അതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അത് കണക്ട് ചെയ്യുമ്പോൾ അവിടെ വെള്ളം ലീക്കൊന്നും വരാതിരിക്കുവാൻ നമ്മൾ ആദ്യം കൂപ്പർ കുറച്ച് ചുറ്റി കൊടുക്കണം. ഇനി നമ്മൾ ഈ വാട്ടർ ഹീറ്ററിലേക്ക് വരുന്ന വെള്ളം ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മൾട്ടി ഫംഗ്ഷൻ വാൽവ് വഴിയാണ്. അത് നിർബന്ധമായിട്ടും കണക്ട് ചെയ്യണം. അത് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാൽവാണ്. ഈ മൾട്ടി ഫംഗ്ഷൻ വാൽവ് നമ്മൾ വാട്ടർ ഹീറ്ററിൻ്റെ ഇൻലെറ്റിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കണം. അത് നന്നായി തന്നെ മുറുക്കി കൊടുക്കുക, അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവും. അത് കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം കണക്ട് ചെയ്യുന്നത്. ഈ വാട്ടർ ഹീറ്ററിലേക്ക് നമ്മൾ വെള്ളം ഇൻപുട്ട് കൊടുക്കുന്നത് ഈ മൾട്ടി ഫംഗ്ഷൻ വാൽവിൻ്റെ താഴെയുള്ള ത്രെഡിലേക്കാണ്. നൈലോൺ കണക്ഷൻ അതിലേക്ക് നന്നായിട്ട് മുറുക്കി കൊടുത്താൽ മതി. അവിടെയും തന്നെ ലീക്കില്ലാത്ത രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് വെക്കണം. ഈ മൾട്ടി ഫംഗ്ഷൻ വാൽവ് ഉപയോഗിക്കുന്നത് ഈ വാട്ടർ ഹീറ്ററിനകത്ത് അധികമായിട്ടുണ്ടാവുന്ന പ്രഷറെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് സേഫ്റ്റി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും കണക്ട് ചെയ്ത് വെക്കണം.
ഇപ്പോൾ നമ്മൾ വാട്ടർ ഹീറ്ററിലേക്ക് ഇൻപുട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞു. അതായത് തണുത്ത വെള്ളം വാട്ടർ ഹീറ്ററിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഔട്ട്പുട്ടാണ് എടുക്കാനുള്ളത്. അതായത് നമ്മുടെ വാട്ടർ ടാപ്പിൽ ഔട്ട്പുട്ട് വെള്ളം ചൂടാക്കിയത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അത് നമ്മൾ ഈ ആംഗിൾ കോക്കിലേക്ക് നൈലോൺ കണക്ഷൻ ഇതുപോലെ കണക്ട് ചെയ്ത് മുറുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മറുഭാഗം ഈ വാട്ടർ ഹീറ്ററിൻ്റെ ഔട്ട്പുട്ടായ റെഡ് ആ പൈപ്പിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കണം. അത് നന്നായിട്ട് തന്നെ മുറുക്കി കൊടുക്കണം. അവിടെയും ലീക്ക് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ കണക്ട് ചെയ്ത് വെക്കണം. ഇതിനെല്ലാം ഉപയോഗിക്കുന്ന നൈലോൺ കണക്ഷനുകൾ ചൂടുവെള്ളം കൂടി അതിലൂടെ കടത്തിവിടാൻ കപ്പാസിറ്റി ഉള്ളതാകണം. അത് നമ്മൾ നൈലോൺ കണക്ഷൻ വാങ്ങുമ്പോൾ അത് പ്രത്യേകം ചോദിച്ച് വാങ്ങണം. ഇനി നമ്മൾ വാട്ടർ ഹീറ്ററിൻ്റെ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു 16 ആംപിയർ സോക്കറ്റിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഈ വാട്ടർ ഹീറ്റർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പവർ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറ്റിങ്ങിൻ്റെ ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലുള്ളത് ഒരു മാനുവൽ തെർമോസ്റ്റാറ്റ് ആണ്. ഈ നോബ് തിരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ലെവലിലേക്ക് ഇതിൻ്റെ ചൂട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ സെറ്റ് ചെയ്ത ചൂടിൽ വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തെർമോസ്റ്റാറ്റ് ഓഫ് ആകും. തെർമോസ്റ്റാറ്റ് ഓഫ് ആകുന്നതോടുകൂടി ഇതിൻ്റെ ഹീറ്റിങ്ങിൻ്റെ ഇൻഡിക്കേഷനും ഓഫാകും. അതോടുകൂടി ഇതിൻ്റെ വൈദ്യുതി ഉപയോഗവും നിൽക്കും. ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടായിട്ട് വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മാക്സിമം ലെവലിലേക്കൊന്നും നമ്മളിത് തിരിച്ചു വെക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ആ റെഡ് ഭാഗം, അതായത് മാക്സിമം ലെവൽ തുടങ്ങുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുളിക്കുവാനുള്ള രീതിയിലൊക്കെ നന്നായിട്ട് തന്നെ വെള്ളം ചൂടാക്കി കിട്ടുന്നുണ്ട്. നല്ല ചൂടിൽ വെള്ളം എടുക്കേണ്ട സാഹചര്യങ്ങളിൽ മാത്രം റെഡ് ഭാഗത്തേക്ക് ഇതുപോലെ തിരിച്ചു വെച്ചാൽ മതി. ഇതുപോലത്തെ വാട്ടർ ഹീറ്ററുകൾ വെക്കുവാൻ ഉദ്ദേശിക്കുന്ന ബാത്റൂമുകളിൽ നിങ്ങൾ 2 ടാപ്പുകൾ ഫിറ്റ് ചെയ്ത് വെക്കണം. അത് ആദ്യമേ തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഒരു വർക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇതിൽ ഒരു ടാപ്പിൽ നമുക്ക് തണുത്ത വെള്ളവും, അതായത് ടാങ്കിൽ നിന്ന് നേരിട്ട് വരുന്ന വെള്ളവും, രണ്ടാമത്തെ ടാപ്പിൽ ഈ വാട്ടർ ഹീറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന ചൂടുവെള്ളവുമാണ് ലഭിക്കുന്നത്. ഇതുപോലൊരു വാട്ടർ ഹീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ 5-10 മിനിറ്റ് മുമ്പ് ഇതൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ മറ്റു പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകുമ്പോഴേക്കും ഇതിലെ വെള്ളം ചൂടായിട്ടുണ്ടാവും. നമ്മുടെ വാട്ടർ ഹീറ്ററിൻ്റെ ടാങ്കിലുള്ള അത്രയും വെള്ളം നമ്മൾ സെറ്റ് ചെയ്ത ചൂടിൽ ചൂടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഉപയോഗിച്ചിട്ട് വേറെ സമയമൊന്നും നഷ്ടപ്പെടുത്താതെ കുളിച്ചു പോന്നാൽ മതി. ഇത്തരം വാട്ടർ ഹീറ്ററുകൾ അതിൻ്റെ കപ്പാസിറ്റിക്കും റേറ്റിങ്ങിനും അനുസരിച്ച് വിലയിൽ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാവും. ഞാൻ ഈ വാങ്ങിയിട്ടുള്ള 10 ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്ററിന് 9200 രൂപയാണ് MRP വരുന്നത്. അതിപ്പോൾ ഓഫറിൽ 5900 രൂപക്ക് നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ മറ്റേതെങ്കിലും ഉപകരണങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനും ഒക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്